രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന കാലം, യൂറോപ്പിന്റെ ആകാശങ്ങളിൽ സഖ്യകക്ഷി വിമാനങ്ങളും ജർമ്മൻ ലുഫ്റ്റ്വാഫെ വിമാനങ്ങളും തമ്മിൽ അതിഘോരമായ പോരാട്ടങ്ങൾ നടക്കുന്നു. ഈ പോരാട്ടങ്ങളിൽ വിമാനം തകർന്നു വീഴുന്ന സഖ്യകക്ഷി സൈനികരെ കാത്തിരുന്നത് നാസി ജർമ്മനിയുടെ തടവറകളായിരുന്നു. അത്തരത്തിലുള്ള ആയിരക്കണക്കിന് യുദ്ധത്തടവുകാരെ പാർപ്പിച്ചിരുന്ന ഒരു തടങ്കൽ പാളയം. പേര് സ്റ്റാലാഗ് ലുഫ്റ്റ് 3. ജർമ്മനിയിലെ സാഗാൻ എന്ന പട്ടണത്തിനടുത്തായിരുന്നു ഈ കുപ്രസിദ്ധമായ തടവറ. പുറമേക്ക് ശാന്തമെന്ന് തോന്നുമെങ്കിലും അകത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി തുടിക്കുന്ന ആയിരക്കണക്കിന് ഹൃദയങ്ങളുണ്ടായിരുന്നു. ജർമ്മൻ പട്ടാള മേധാവികൾക്ക് ഈ തടവറയെപ്പറ്റി വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കാരണം ഇത് സാധാരണ ഒരു തടവറയായിരുന്നില്ല. പലതവണ ജയിൽ ചാടാൻ ശ്രമിച്ച ഏറ്റവും അപകടകാരികളെന്ന് ജർമ്മൻകാർ മുദ്രകുത്തിയ സഖ്യകക്ഷി വ്യോമസേനാംഗങ്ങളെ പാർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതായിരുന്നു സ്റ്റാലാഗ് ലുഫ്റ്റ് 3. ഇവിടെ നിന്ന് ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അതിന് തക്കതായ കാരണങ്ങളുമുണ്ടായിരുന്നു. ഒന്നാമതായി, ഈ ക്യാമ്പിന്റെ നിർമ്മാണ രീതി തന്നെയായിരുന്നു. സാധാരണ തടവറകളിലെ പോലെ കെട്ടിടങ്ങൾ നിലത്തുറപ്പിച്ചായിരുന്നില്ല നിർമ്മിച്ചിരുന്നത്. പകരം ഓരോ ബാരക്കുകളും കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ നിലത്തുനിന്ന് ഒരടിയിലേറെ ഉയരത്തിലായിരുന്നു പണിതത്. അതുകൊണ്ട് തടവുകാർക്ക് ബാരക്കിനടിയിൽ നിന്ന് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. കാവൽക്കാർക്ക് ബാരക്കുകൾക്കടിയിലൂടെ എന്തെങ്കിലും അനക്കങ്ങളുണ്ടോയെന്ന് വ്യക്തമായി കാണാനും സാധിക്കുമായിരുന്നു. രണ്ടാമത്തെ കാരണം ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്ന ഭൂമിയുടെ പ്രത്യേകതയായിരുന്നു. മുകൾ ഭാഗത്ത് നേരിയ മേൽമണ്ണ് കഴിഞ്ഞാൽ താഴേക്ക് മഞ്ഞ നിറത്തിലുള്ള മണലായിരുന്നു. ഈ മണലിനൊരു പ്രശ്നമുണ്ട്. തുരങ്കം കുഴിക്കുമ്പോൾ ഇതെളുപ്പത്തിൽ ഇടിഞ്ഞു വീഴും. കൂടാതെ ഈ മഞ്ഞ മണൽ പുറത്തു കളയുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. കാരണം ക്യാമ്പിനകത്തെ ചാരനിറത്തിലുള്ള മണ്ണിൽ നിന്ന് ഈ മഞ്ഞമണൽ വേറിട്ട് കാണാനാകും. ഇതുകൊണ്ടും തീർന്നില്ല ജർമ്മൻകാരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ. ക്യാമ്പിനു ചുറ്റും ഇരട്ട വേലിക്കെട്ടുകൾ, നിരീക്ഷണ ടവറുകൾ, കൂടാതെ ഏറ്റവും പ്രധാനമായി ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരുന്ന സീസ്മോഗ്രാഫ് മൈക്രോഫോണുകൾ. തടവുകാർ ഭൂമിക്കടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തുരങ്കം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ നേരിയ ശബ്ദം പോലും പിടിച്ചെടുക്കാൻ ഈ മൈക്രോഫോണുകൾക്ക് സാധിക്കുമായിരുന്നു. ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്റ്റാലാഗ് ലുഫ്റ്റ് 3യെ ജർമ്മൻകാർ വിശേഷിപ്പിച്ചത് എസ്കേപ്പ് പ്രൂഫ് അഥവാ രക്ഷപ്പെടാൻ അസാധ്യമായ തടവറ എന്നായിരുന്നു. എന്നാൽ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഒരു കോട്ടകൾക്കും അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാലാഗ് ലുഫ്റ്റ് 3യിലെ തടവുകാരും അതിനൊരു അപവാദമായിരുന്നില്ല. പുറം ലോകം അസാധ്യമെന്ന് കരുതിയൊന്നിനാണ് അവരവിടെ തുടക്കമിട്ടത്. ചരിത്രത്തിലെ ഏറ്റവും സാഹസികവും ബുദ്ധിപരവുമായൊരു ജയിൽ ചാട്ടത്തിന്റെ കഥ. ലോകമതിനെ ദി ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് വിളിച്ചു. ഈ ഇതിഹാസതുല്യമായ രക്ഷപ്പെടലിന് ചുക്കാൻ പിടിച്ചത് ഒരാളായിരുന്നു. സ്ക്വാഡ്രൺ ലീഡർ റോജർ ബുഷൽ. സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ഒരു പൈലറ്റ്. ധൈര്യവും സാഹസികതയും കൈമുതലായുള്ള ബുഷൽ ഒരു സാധാരണ യുദ്ധത്തടവുകാരനായിരുന്നില്ല. ഇതിനു മുൻപ് 2 തവണ ജർമ്മൻ തടവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ ജർമ്മൻകാർക്ക് ബുഷലിനെ ഒരു പ്രത്യേക നോട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അസാധാരണമായ നേതൃത്വപാടവവും സംഘടനാ മികവും അവർ ഭയന്നു. സ്റ്റാലാഗ് ലുഫ്റ്റ് 3യിൽ എത്തിയ നാൾ മുതൽ ബുഷലിന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ ഇത്തവണ 1-2 പേർ രക്ഷപ്പെടുന്നതിനെക്കുറിച്ചല്ല അദ്ദേഹം ചിന്തിച്ചത്. മറിച്ച് നാസി ജർമ്മനിയെ ഞെട്ടിക്കുന്ന ഒരു വമ്പൻ രക്ഷപ്പെടൽ, 100 കണക്കിന് തടവുകാരെ ഒരേ സമയം പുറത്തെത്തിക്കുക. ഇത് കേവലം ഒരു ജയിൽ ചാട്ടമായിരുന്നില്ല ബുഷലിന്, മറിച്ച് നാസി ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സൈനിക നടപടിയായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഓരോ സൈനികനും ജർമ്മനിക്ക് ഒരു തലവേദനയാണ്. അങ്ങനെ 200 പേർ ഒന്നിച്ച് രക്ഷപ്പെട്ടാലോ, അവരെ കണ്ടെത്താനായി ആയിരക്കണക്കിന് ജർമ്മൻ പട്ടാളക്കാരെയും പോലീസുകാരെയും നാസി ഭരണകൂടത്തിന് ഭിന്യസിക്കേണ്ടിവരും. ഇത് യുദ്ധമുഖത്ത് ജർമ്മൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയാകും. ഇതായിരുന്നു റോജർ ബുഷലിന്റെ ലളിതവും എന്നാൽ അതീവ അപകടകരവുമായ ആശയം. ഈ ആശയം സഹതടവുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ പലർക്കും അതൊരു ഭ്രാന്തൻ ചിന്തയായിട്ടാണ് തോന്നിയത്. സ്റ്റാലാഗ് ലുഫ്റ്റ് 3ന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ ബുഷലിന്റെ വാക്കുകളിലെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിലെ കൃത്യതയും കണ്ടപ്പോൾ പതിയെ അവരും ആ സ്വപ്നത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ 1943ന്റെ വസന്തകാലത്ത് റോജർ ബുഷലിന്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യ സംഘടനയ്ക്ക് രൂപം നൽകി: എക്സ് ഓർഗനൈസേഷൻ. ബുഷലിന് അവരൊരു രഹസ്യപേരിട്ടു: ബിഗ് എക്സ്. ഈ സംഘടനയുടെ ഒരേയൊരു ലക്ഷ്യം സ്റ്റാലാഗ് ലുഫ്റ്റ് 3യിൽ നിന്ന്
ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷപ്പെടൽ യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു. ബിഗ് എക്സ് തന്റെ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി. അതിങ്ങനെയായിരുന്നു: ഒരേ സമയം 3 തുരങ്കങ്ങൾ നിർമ്മിക്കുക. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ജർമ്മൻകാർ ഒരു തുരങ്കം കണ്ടെത്തിയാലും ബാക്കിയുള്ളവ ഉപയോഗിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാം. ഈ തുരങ്കങ്ങൾക്ക് അവർ രഹസ്യമായി പേരുകളും നൽകി: ടോം, ഡിക്ക്, ഹാരി. ഈ തുരങ്കങ്ങൾ സാധാരണ തുരങ്കങ്ങളായിരിക്കില്ല. ഭൂമിയിൽ നിന്ന് ഏകദേശം 30 അടി താഴ്ചയിലായിരിക്കും അവയുടെ നിർമ്മാണം. കാരണം ജർമ്മൻകാർ സ്ഥാപിച്ച മൈക്രോഫോണുകൾക്ക് അത്രയും താഴ്ചയിലുള്ള ശബ്ദങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അവർ കണക്കുകൂട്ടി. ഓരോ തുരങ്കത്തിനും 2 അടി വീതവും ഉയരവുമുണ്ടാകും. മാത്രമല്ല, തുരങ്കത്തിനകത്ത് വായുസഞ്ചാരത്തിനുള്ള പമ്പുകൾ, വെളിച്ചത്തിനായി വൈദ്യുതി വിളക്കുകളും ആളുകളെയും മണ്ണും കൊണ്ടുപോകാനായി ചെറിയ റെയിൽവേ ട്രാക്കുകളും സ്ഥാപിക്കാൻ അവർ പദ്ധതിയിട്ടു. അതായത് ഒരു താൽക്കാലിക രക്ഷപ്പെടൽ മാർഗമായിരുന്നില്ല അവർ വിഭാവനം ചെയ്തത്, മറിച്ച് ഒരു അണ്ടർഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയായിരുന്നു. പദ്ധതിയുടെ വ്യാപ്തി വളരെ വലുതായിരുന്നു. ഏകദേശം 600ഓളം തടവുകാർ ഈ ദൗത്യത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായി. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് ജോലികൾ വിഭജിച്ചു നൽകി. തുരങ്കം കുഴിക്കുന്നവർ ഡിഗ്ഗേഴ്സ്, കുഴിച്ചെടുത്ത മണ്ണ് രഹസ്യമായി പുറത്തുകളയുന്നവർ പെൻഗ്വിൻസ്, കാവൽക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവർ സ്റ്റൂജസ്, വ്യാജ തിരിച്ചറിയൽ രേഖകളും യാത്രാപാസുകളും നിർമ്മിക്കുന്നവർ ഫോർജേഴ്സ്, സാധാരണ വസ്ത്രങ്ങൾ തയ്ക്കുന്നവർ ടെയിലേഴ്സ്, രക്ഷപ്പെടാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർ ഗാഡ്ജറ്റ് മേക്കേഴ്സ് എന്നിങ്ങനെ ഓരോ വിഭാഗത്തിനും വിദഗ്ധരായ ആളുകളെ നിയമിച്ചു. സ്റ്റാലാഗ് ലുഫ്റ്റ് 3 ഒരു തടവറയെന്നതിലുപരി ഒരു വലിയ രഹസ്യ ഫാക്ടറിയായി മാറി. തുരങ്കങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത് ബാരക്കുകൾക്കുള്ളിൽ നിന്നായിരുന്നു. ഉദാഹരണത്തിന്, ടോം എന്ന തുരങ്കം തുടങ്ങിയത് ഒരു ബാരക്കിലെ സ്റ്റൗവിനടിയിൽ നിന്നായിരുന്നു. ഹാരി തുടങ്ങിയത് മറ്റൊരു ബാരക്കിലെ തറയിൽ ഒരു കട്ടിലിനടിയിൽ നിന്നും. ഓരോ തുരങ്കത്തിലേക്കുമുള്ള പ്രവേശന കവാടം അതീവ രഹസ്യമായിട്ടാണ് അവർ നിർമ്മിച്ചത്. ഒരു സാധാരണ പരിശോധനയിൽ ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള അടപ്പുകൾ ഉപയോഗിച്ച് അവ ഭദ്രമായി മറച്ചിരുന്നു. ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഓരോ നിമിഷവും പിടിക്കപ്പെടുമെന്ന ഭയം അവരെ വേട്ടയാടി. ജർമ്മൻ ഗാർഡുകൾ, ജിനെ തടവുകാർ, ഗൂൺസ് എന്ന് വിളിച്ചിരുന്നു, എപ്പോഴും ക്യാമ്പിനുള്ളിൽ റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. സംശയം തോന്നിയാൽ അവർ ഏത് ബാരക്കിലും എപ്പോൾ വേണമെങ്കിലും പരിശോധന നടത്തും. ഇതിനെയെല്ലാം അതിജീവിച്ച് ദിവസവും ടൺ കണക്കിന് മണ്ണ് കുഴിച്ചെടുക്കുകയും അത് ആരുടെയും കണ്ണിൽപ്പെടാതെ പുറത്തു കളയുകയും ചെയ്യുക എന്നത് അചിന്തനീയമായൊരു കാര്യമായിരുന്നു. പെൻഗ്വിനുകൾ എന്നറിയപ്പെട്ടിരുന്ന സംഘത്തിനായിരുന്നു മണ്ണ് പുറത്തു കളയുന്നതിനുള്ള ചുമതല. അവർ തങ്ങളുടെ പാൻസിനുള്ളിൽ നീളമുള്ള സഞ്ചികൾ ഒളിപ്പിച്ചുവയ്ക്കും. തുരങ്കത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മഞ്ഞമണൽ ഈ സഞ്ചികളിൽ നിറയ്ക്കും. എന്നിട്ട് സാധാരണ പോലെ ക്യാമ്പിനകത്തുള്ള വ്യായാമ ഗ്രൗണ്ടിലേക്കോ പൂന്തോട്ടത്തിലേക്കോ നടന്നുപോകും. അവിടെ വെച്ച് പാൻസിന്റെ താഴെ ഭാഗത്തുള്ള ഒരു ചരട് വലിച്ച് പതിയെ മണ്ണ് താഴേക്കൊഴുക്കിക്കളയും. നടക്കുമ്പോൾ 2 കാലുകളും അകത്തിവെച്ച് പെൻഗ്വിനുകളെപ്പോലെ മെല്ലെ നടക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത്. ഒരു ദിവസം 100 കണക്കിന് തവണയാണ് അവർ ഈ ജോലി ആവർത്തിച്ചിരുന്നത്. ഒരു ചെറിയ അശ്രദ്ധ മതിയായിരുന്നു എല്ലാം തകരാൻ. അങ്ങനെ അസാധ്യമെന്ന് ലോകം കരുതിയൊരു ദൗത്യത്തിന് സ്റ്റാലാഗ് ലുഫ്റ്റ് 3ന്റെ ഇരുണ്ട ബാരക്കുകൾക്കുള്ളിൽ തുടക്കമായി. റോജർ ബുഷൽ എന്ന ബിഗ് എക്സിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് ധീരരായ സൈനികർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു രഹസ്യപാത വെട്ടിത്തുറക്കാൻ ആരംഭിച്ചു. ഓരോ ദിവസവും അവർ മരണത്തെ മുഖാമുഖം കണ്ടു. ഓരോ നിമിഷവും അവർ പിടിക്കപ്പെടുമെന്ന ഭീതിയിൽ ജീവിച്ചു. എന്നിട്ടും അവരുടെ നിശ്ചയദാർഢ്യത്തിനൊരു കോട്ടവും സംഭവിച്ചില്ല. അവർ കുഴിച്ചുകൊണ്ടിരുന്നത് ഒരു തുരങ്കം മാത്രമായിരുന്നില്ല, മറിച്ച് നാസി ജർമ്മനിയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു വാളായിരുന്നു. ആ വാൾ ലക്ഷ്യത്തിലെത്തുമോ, അതോ പാതിവഴിയിൽ അവരുടെ സ്വപ്നങ്ങൾ തകർന്നടിയുമോ? സ്റ്റാലാഗ് ലുഫ്റ്റ് 3ന്റെ മതിലുകൾക്കുള്ളിൽ ചരിത്രം കാത്തിരിക്കുകയായിരുന്നു. തുരങ്കങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്തോറും എക്സ് ഓർഗനൈസേഷൻ നേരിട്ട വെല്ലുവിളികളും വലുതായിക്കൊണ്ടിരുന്നു. അതിലേറ്റവും പ്രധാനം തുരങ്കത്തിനുള്ളിലെ വായുസഞ്ചാരം ഉറപ്പാക്കുക എന്നതായിരുന്നു. തുരങ്കം 100 കണക്കിനടി നീണ്ടുപോകുമ്പോൾ ഉള്ളിൽ പ്രാണവായു കിട്ടാതെ ശ്വാസം മുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു.
ഇതിനൊരു പരിഹാരം കണ്ടെത്താനായി നിയോഗിക്കപ്പെട്ടത് കനഡിയൻ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ബോബ് നെൽസൺ ആയിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവുമില്ലാത്ത നെൽസൺ തന്റെ സഹതടവുകാരുടെ സഹായത്തോടെ ഒരത്ഭുതം തന്നെ സൃഷ്ടിച്ചു. ക്യാമ്പിലെ ബെഡുകളുടെ പലകകൾ, ഹോക്കി സ്റ്റിക്കുകൾ, നനഞ്ഞ ടവലുകൾ, പിന്നെ ജർമ്മൻകാർ വിതരണം ചെയ്തിരുന്ന ക്ലിം എന്ന പാൽപ്പൊടിയുടെ ടിന്നുടേൽ എന്നിവയുപയോഗിച്ച് അവർ ഒരു ബൃഹത്തായ എയർ പമ്പ് സംവിധാനം നിർമ്മിച്ചു. ഒരുതരം കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ബ്ലോവറായിരുന്നു അത്. ഈ പമ്പ് പ്രവർത്തിപ്പിക്കുമ്പോൾ പാൽപ്പൊടി ടിന്നുകൾ കൊണ്ട് നിർമ്മിച്ച പൈപ്പുകളിലൂടെ ശുദ്ധവായു തുരങ്കത്തിന്റെ അറ്റം വരെ എത്തുമായിരുന്നു. ഈ കണ്ടുപിടുത്തം ദ ക്ലിം ടിൻ ബ്ലോവർ എന്നറിയപ്പെട്ടു. തടവുകാരുടെ ബുദ്ധിവൈഭവത്തിന്റെയും അതിജീവനത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നായിരുന്നു അത്. അടുത്ത വെല്ലുവിളി വെളിച്ചമായിരുന്നു. ഇരുട്ടുമൂടിയ തുരങ്കത്തിൽ മെഴുകുതിരികൾ ഉപയോഗിക്കുന്നത് അപകടകരമായിരുന്നു. കാരണം അതുള്ളിലുള്ള ഓക്സിജൻ വേഗത്തിലില്ലാതാക്കും. ഇതിനുള്ള പരിഹാരം കണ്ടെത്തിയത് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഗിൽബർട്ട് ടിം വാലൻ എന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു. ജർമ്മൻകാർ അറിയാതെ ക്യാമ്പിലെ പ്രധാന ഇലക്ട്രിക് ലൈനിൽ നിന്ന് അദ്ദേഹം രഹസ്യമായി വൈദ്യുതി മോഷ്ടിച്ചു. മോഷ്ടിച്ച വയറുകൾ ഉപയോഗിച്ച് തുരങ്കത്തിനകത്ത് ബൾബുകൾ ഘടിപ്പിച്ചു. അങ്ങനെ ഭൂമിക്കടിയിലെ ആ രഹസ്യപാതയിൽ പ്രകാശം പരന്നു. പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പായിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്. പക്ഷേ സ്വാതന്ത്ര്യത്തിനു മുന്നിൽ ആ ഭയത്തിന് സ്ഥാനമില്ലായിരുന്നു. തുരങ്കം മുന്നോട്ടു പോകുന്തോറും കുഴിച്ചെടുക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് വലിയൊരു തലവേദനയായി. ഇതിനായി അവർ മറ്റൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം കൂടി സൃഷ്ടിച്ചു: ഒരു മിനിയേച്ചർ റെയിൽവേ സിസ്റ്റം. ബെഡുകളുടെ പലകകൾ പാളങ്ങളാക്കി അതിലൂടെ തടികൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ട്രോളി. ഈ ട്രോളിയിൽ ആളുകൾക്ക് കിടന്ന് യാത്ര ചെയ്യാനും മണ്ണ് നിറച്ച പെട്ടികൾ കൊണ്ടുപോകാനും സാധിക്കുമായിരുന്നു. കയറുകൾ ഉപയോഗിച്ച് ഇരുവശത്തുനിന്നും വലിച്ചാണ് ഈ ട്രോളി പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇത് തുരങ്കനിർമ്മാണത്തിന്റെ വേഗത 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇതിനിടയിൽ ക്യാമ്പിന് പുറത്ത് മറ്റൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട ശേഷം ജർമ്മനിയിലൂടെയും ഫ്രാൻസിലൂടെയും യാത്ര ചെയ്ത് സ്വിറ്റ്സർലാൻഡിലോ സ്പെയിനിലോ എത്താനായിരുന്നു പദ്ധതി. അതിനായി വേണ്ടത് വ്യാജ തിരിച്ചറിയൽ രേഖകൾ, പണം, യാത്രാനുമതി പത്രങ്ങൾ, സാധാരണ വസ്ത്രങ്ങൾ, പിന്നെ യാത്രയിൽ ഉപയോഗിക്കാനുള്ള ഭൂപടങ്ങളും കോമ്പസുകളും. ഈ ജോലികൾക്കായി മാത്രം വിദഗ്ധരായ ഓരോ ടീമുകളെ റോജർ ബുഷൽ ചുമതലപ്പെടുത്തിയിരുന്നു. വ്യാജരേഖകൾ നിർമ്മിക്കുന്ന വിഭാഗത്തിന്റെ തലവൻ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് കോളിൻ ബ്ലൈപ്പായിരുന്നു. അസാമാന്യനായ ഒരാർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. ജർമ്മൻ തിരിച്ചറിയൽ കാർഡുകളും പാസ്പോർട്ടുകളും ഗസ്റ്റപ്പോയുടെ യാത്രാനുമതി പത്രങ്ങളുമെല്ലാം അദ്ദേഹം അവിശ്വസനീയമായ കൃത്യതയോടെ കൈകൊണ്ട് വരച്ചുണ്ടാക്കി. നൂറുകണക്കിന് രേഖകളാണ് ബ്ലൈത്തും സംഘവും നിർമ്മിച്ചത്. ഓരോ രേഖയും ഒരു യഥാർത്ഥ രേഖയിൽ നിന്നും വ്യത്യസ്തമല്ലാത്തത്ര മികവുറ്റതായിരുന്നു. അതുപോലെ സാധാരണ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ടെയിലറിംഗ് വിഭാഗവും സജീവമായിരുന്നു. തങ്ങളുടെ പഴയ യൂണിഫോമുകളും റെഡ് ക്രോസിൽ നിന്ന് ലഭിക്കുന്ന തുണികളും ഉപയോഗിച്ച് അവർ സിവിലിയൻ കോട്ടുകളും പാൻസുകളും ഷർട്ടുകളും തയ്ച്ചു. ജർമ്മനിയിൽ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഫാഷൻ ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് അവർ നിർമ്മിച്ചത്. ഇതിനെല്ലാം പുറമേ രക്ഷപ്പെടുന്നവർക്ക് വേണ്ട ഭൂപടങ്ങളും കോമ്പസുകളും നിർമ്മിക്കുന്ന ഒരു വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. സിൽക്ക് തുണികളിൽ ഭൂപടങ്ങൾ കോപ്പി ചെയ്തുണ്ടാക്കി. റേസർ ബ്ലേഡുകളും ഗ്രാമഫോൺ റെക്കോർഡുകളുടെ കഷ്ണങ്ങളും ഉപയോഗിച്ച് അവർ ചെറിയ കോമ്പസുകൾ നിർമ്മിച്ചു. ചുരുക്കത്തിൽ സ്താലഗ്ലിഫ്റ്റ് 3യിലെ ഓരോ തടവുകാരനും തങ്ങളുടെ കഴിവിന്റെ പരമാവധി ആ മഹാദൗത്യത്തിനായി ഉപയോഗിച്ചു. എന്നാൽ അവരുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ ജർമ്മൻകാർ സദാസമയവും ജാഗരൂകരായിരുന്നു. ഫെററ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഗാർഡ് വിഭാഗത്തെ ഇതിനായി മാത്രം നിയോഗിച്ചിരുന്നു. അവരുടെ ജോലി തുരങ്കങ്ങൾ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു. ബാരക്കുകൾക്ക് താഴെ ഇഴഞ്ഞു നടന്നും തറയിൽ കമ്പികൾ കുത്തിയിറക്കി പൊള്ളയായ ശബ്ദമുണ്ടോയെന്ന് പരിശോധിച്ചും അവർ എപ്പോഴും തിരച്ചിലിലായിരുന്നു. പലതവണ തടവുകാർ തലനാരിഴയ്ക്കാണ് ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. 1943 വേനൽക്കാലത്ത് ടോം എന്ന തുരങ്കം അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്കടുക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് നിർഭാഗ്യം അവരെ തേടിയെത്തി. ഒരു ദിവസം പതിവ് പരിശോധനയ്ക്കിടെ ഒരു ഫെററ്റ് ടോം തുരങ്കത്തിന്റെ പ്രവേശന കവാടം കണ്ടെത്തി. അത് വലിയൊരാഘാതമായിരുന്നു. മാസങ്ങളുടെ കഠിനാധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് പാഴായിപ്പോയി. ജർമ്മൻകാർ തുരങ്കം ഡൈനമേറ്റ് വെച്ച് തകർത്തു.
റോജർ ബുഷൽ ഉൾപ്പെടെയുള്ള പ്രധാന സംഘാടകരെ അവർ കറുത്തനായി ചോദ്യം ചെയ്തു. ക്യാമ്പിലാകെ ഒരു നിരാശാബോധം പടർന്നു. ഇനി രക്ഷപ്പെടൽ അസാധ്യമാണെന്ന് പലരും വിശ്വസിച്ചു. ജർമ്മൻകാർ ക്യാമ്പിലെ സുരക്ഷാ സംവിധാനങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. പരിശോധനകൾ പതിവാക്കി. ഈ സാഹചര്യത്തിൽ തുരങ്കനിർമ്മാണം തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന് പലരും കരുതി. എന്നാൽ റോജർ ബുഷൽ തളർന്നില്ല. ടോം കണ്ടെത്തിയത് ഒരു തിരിച്ചടിയാണെങ്കിലും അതവസാനമല്ലെന്ന് സഹപ്രവർത്തകരെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമുക്കിനിയും ഡിക്കും ഹാരിയുമുണ്ട്. ജർമ്മൻകാർ ടോം കണ്ടെത്തിയതോടെ അവർ തങ്ങളുടെ ജോലി കഴിഞ്ഞുവെന്ന് കരുതി അല്പം വിശ്രമിക്കുമെന്ന് ബുഷൽ കണക്കുകൂട്ടി. ഈ അവസരം മുതലെടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ടോം തകർത്തതിനുശേഷം കുഴിച്ചെടുത്ത മണ്ണ് പുറത്തു കളയുന്നത് അതീവ ദുഷ്കരമായി. കാരണം ജർമ്മൻകാർ ക്യാമ്പിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നു. അതുകൊണ്ട് പെൻഗ്വിനുകൾക്ക് പഴയതുപോലെ മണ്ണ് പുറത്തുകളയാൻ സാധിക്കാതെയായി. ഈ സാഹചര്യത്തിൽ ഡിക്കെന്ന തുരങ്കത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ബുഷൽ തീരുമാനിച്ചു. കുഴിച്ചെടുക്കുന്ന മണ്ണ് സൂക്ഷിക്കാൻ ഡിക്കിനെ ഒരു സ്റ്റോറേജ് ഏരിയയായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി എല്ലാ ശ്രദ്ധയും ഹാരിയിൽ മാത്രം കേന്ദ്രീകരിക്കുക. അതായിരുന്നു ബിഗ് എക്സിന്റെ പുതിയ തീരുമാനം. ടോം കണ്ടെത്തിയതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറി എക്സ് ഓർഗനൈസേഷൻ വീണ്ടും തങ്ങളുടെ ജോലി പുനരാരംഭിച്ചു. ഇത്തവണ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരുന്നു. പിഴവുകൾ ആവർത്തിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഹാരി എന്ന തുരങ്കം ബാരക് നമ്പർ 104-ൽ ഒരു സ്റ്റൗവിനടിയിൽ നിന്നാണ് ആരംഭിച്ചത്. 30 അടി താഴ്ചയിലേക്ക് ഒരു കുഴൽക്കിണർ പോലെ കുഴിച്ച് അവിടെ നിന്നാണ് തിരശ്ചീനമായി തുരങ്കം മുന്നോട്ടു പോയത്. ടോം തുരങ്കം പോലെ ക്യാമ്പിനടുത്തുള്ള വനത്തിലേക്ക് തന്നെയായിരുന്നു ഹാരിയുടെയും ലക്ഷ്യം. ശീതകാലം ആരംഭിച്ചു. കനത്ത മഞ്ഞുവീഴ്ച ജർമ്മൻകാരുടെ ശ്രദ്ധ കുറയ്ക്കുമെന്നവർ കണക്കുകൂട്ടി. പ്രതികൂല സാഹചര്യങ്ങളെയും വർദ്ധിച്ചുവരുന്ന അപകടങ്ങളെയും പരാജയഭീതിയെയും അവഗണിച്ച് അവർ മുന്നോട്ടു കുഴിച്ചു. ഓരോ അടിയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരവും മരണത്തിലേക്കുള്ള ദൂരവും ഒരുപോലെ കുറയ്ക്കുകയായിരുന്നു. മാസങ്ങളുടെ അധ്വാനം വീണ്ടും പാഴാകുമോ? അതോ സ്റ്റാലാഗ് ലുഫ്റ്റ് 3-ന് ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഹാരിക്ക് സാധിക്കുമോ? അതിസാഹസികമായ ആ രക്ഷപ്പെടലിന്റെ നിർണായക നിമിഷങ്ങളിലേക്കാണ് ചരിത്രം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. 1944 മാർച്ച് മാസത്തിലെ മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രി. നീണ്ട ഒരു വർഷത്തെ കഠിനാധ്വാനത്തിനും ആശങ്കകൾക്കും പ്രതിസന്ധികൾക്കും ശേഷം ഹാരി എന്ന തുരങ്കം അതിന്റെ ലക്ഷ്യത്തിനരികെ എത്തിയിരുന്നു. ഏകദേശം 336 അടി നീളത്തിൽ ഭൂമിക്കടിയിലൂടെ ഒരു പാമ്പിനെപ്പോലെ അത് ക്യാമ്പിന്റെ അതിർത്തി കടന്ന് തൊട്ടടുത്തുള്ള വനത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. എക്സ് ഓർഗനൈസേഷനിലെ അംഗങ്ങൾ ആവേശത്തിലും അതേസമയം അതിയായ ആകാംക്ഷയിലുമായിരുന്നു. ആ രാത്രി അവർ കാത്തിരുന്ന രാത്രിയായിരുന്നു. ദി ഗ്രേറ്റ് എസ്കേപ്പ് നടപ്പിലാക്കേണ്ട രാത്രി. പദ്ധതി അനുസരിച്ച് 200 പേരെയായിരുന്നു ആ രാത്രി രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. രക്ഷപ്പെടുന്നവരുടെ പട്ടിക തയ്യാറാക്കിയത് വളരെ ശ്രദ്ധയോടെയായിരുന്നു. തുരങ്കനിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവർ, ജർമ്മൻ ഭാഷ സംസാരിക്കാൻ അറിയുന്നവർ, രക്ഷപ്പെട്ട ശേഷം വീണ്ടും യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളവർ എന്നിങ്ങനെ പല മാനദണ്ഡങ്ങൾ പരിഗണിച്ചു. ബാക്കിയുള്ളവരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. ഓരോരുത്തർക്കും വ്യാജരേഖകളും സാധാരണ വസ്ത്രങ്ങളും അത്യാവശ്യം വേണ്ട പണവും ഭക്ഷണവും ഭൂപടവും നൽകി. രക്ഷപ്പെട്ടാൽ ഏതു വഴികളിലൂടെ സഞ്ചരിക്കണം, ഏതു ട്രെയിനിൽ കയറണം എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. 1944 മാർച്ച് 24 ആ രാത്രിയായിരുന്നു രക്ഷപ്പെടാനായി തിരഞ്ഞെടുത്തത്. ആകാശത്ത് ചന്ദ്രനില്ലാത്ത ഒരു കറുത്തവാവു രാത്രി. പുറത്ത് കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. രക്ഷപ്പെടുന്നവർക്ക് വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കാൻ ഇത് സഹായിക്കുമെന്നവർ കണക്കുകൂട്ടി. രാത്രി 10 മണിയോടെ ബാരക് നമ്പർ 104-ൽ രക്ഷപ്പെടാനുള്ള ആദ്യ സംഘം തയ്യാറായി നിന്നു. അന്തരീക്ഷം നിശബ്ദമായിരുന്നു. പുറത്ത് ജർമ്മൻ ഗാർഡുകളുടെ കാലൊച്ച മാത്രം കേൾക്കാം. തുരങ്കത്തിന്റെ അവസാന ഭാഗം തുറക്കാനായി ജോണി ബുൾ എന്ന സൈനികൻ മുന്നോട്ടുപോയി. പദ്ധതി അനുസരിച്ച് തുരങ്കം അവസാനിക്കേണ്ടത് വനത്തിനുള്ളിലെ മരങ്ങൾക്കിടയിലായിരുന്നു. എന്നാൽ തുരങ്കം തുറന്ന ജോണി ബുൾ ഞെട്ടിപ്പോയി. അവർക്ക് കണക്കുകൂട്ടലിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചിരുന്നു. തുരങ്കം അവസാനിച്ചത് വനത്തിനുള്ളിലായിരുന്നില്ല, മറിച്ച് വനത്തിന് ഏകദേശം 15 അടി ഇപ്പുറത്ത് ഒരു നിരീക്ഷണ ടവറിലെ ഗാർഡിന് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു തുറന്ന സ്ഥലത്തായിരുന്നു. ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. പദ്ധതി ഉപേക്ഷിക്കണോ എന്ന് ഒരു നിമിഷം എല്ലാവരും ചിന്തിച്ചു. എന്നാൽ റോജർ ബുഷൽ അതിന് തയ്യാറായിരുന്നില്ല. ഇത്രയും ദൂരം വന്നിട്ട് പിന്മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അദ്ദേഹം ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. നിരീക്ഷണ ടവറിലെ ഗാർഡിന്റെ ശ്രദ്ധ മാറുമ്പോൾ കയറുകൾ ഉപയോഗിച്ച് ഓരോരുത്തരെയായി പുറത്തേക്ക് വലിച്ചു കയറ്റുക. എന്നിട്ട് അതിവേഗമിഴഞ്ഞ് വനത്തിലേക്ക് ഓടിമറയുക. ഇത് വളരെ അപകടം പിടിച്ച ഒന്നായിരുന്നു. പക്ഷെ അതല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുന്നിലുണ്ടായിരുന്നില്ല.
അങ്ങനെ ആ അതിസാഹസികമായ രക്ഷപ്പെടൽ ആരംഭിച്ചു. ഓരോരുത്തരായി തുരങ്കത്തിലൂടെ ഇഴഞ്ഞ് അറ്റത്തെത്തി. പുറത്ത് കാവൽ നിൽക്കുന്ന സഹതടവുകാർ സിഗ്നൽ നൽകുമ്പോൾ അവർ പുറത്തേക്ക് വന്ന് മഞ്ഞിലൂടെ ഇഴഞ്ഞ് വനത്തിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. ഓരോ നിമിഷവും പിടിക്കപ്പെടുമെന്ന ഭീതിയിലായിരുന്നു അവർ. എന്നാൽ മണിക്കൂറുകൾ കടന്നുപോയിട്ടും ആരും പിടിക്കപ്പെട്ടില്ല. ജർമ്മൻ ഗാർഡുകൾ ഒന്നും അറിഞ്ഞില്ല. എന്നാൽ രക്ഷപ്പെടൽ അവർ വിചാരിച്ചത്ര വേഗത്തിൽ നടന്നില്ല. പതുക്കെ പതുക്കെ ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ തുരങ്കത്തിനുള്ളിൽ വലിയ ട്രാഫിക് ബ്ലോക്കുണ്ടായി. മാത്രമല്ല, ഇടയ്ക്ക് തുരങ്കത്തിന്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു വീണു. അത് നന്നാക്കാൻ കൂടുതൽ സമയം വേണ്ടിവന്നു. രാത്രി മുഴുവൻ നീണ്ടുനിന്ന രക്ഷപ്പെടൽ ശ്രമത്തിനൊടുവിൽ വെളുപ്പിന് 5 മണിയായപ്പോഴേക്കും 76 പേർക്ക് മാത്രമാണ് പുറത്തുകടക്കാൻ സാധിച്ചത്. 77ാമത്തെ ആൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രഭാതത്തിലെ വെളിച്ചത്തിൽ തുരങ്കത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വരുന്നത് ഒരു ഗാർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം ക്യാമ്പിലെ സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങി. ദി ഗ്രേറ്റ് എസ്കേപ്പ് കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. തുരങ്കത്തിൽ ബാക്കിയുണ്ടായിരുന്ന തടവുകാരെയും ബാരക്കിലുണ്ടായിരുന്നവരെയും ജർമ്മൻ പട്ടാളക്കാർ വളഞ്ഞു. റോജർ ബുഷലിന്റെ സ്വപ്നം പാതിവഴിയിൽ അവസാനിച്ചു. 200 പേരെ രക്ഷപ്പെടുത്താൻ പദ്ധതിയിട്ടെങ്കിലും 76 പേർക്ക് മാത്രമാണ് ആ രാത്രി സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് കാലെടുത്തുവയ്ക്കാൻ സാധിച്ചത്. ക്യാമ്പിന്റെ കമാൻഡന്റായിരുന്ന ഫ്രീഡ്രിക് വിൽഹം വോൺ ലിൻഡിനർ വിൽഡൌ തുരങ്കം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. തന്റെ കൺവെട്ടത്ത് ഇത്രയും വലിയൊരു നിർമ്മാണം നടന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തടവുകാരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെയും ധൈര്യത്തെയും അദ്ദേഹം അഭിനന്ദിച്ചെങ്കിലും മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ കഠിനമായിരുന്നു. രക്ഷപ്പെട്ട 76 പേരെ കണ്ടെത്താനായി നാസി ജർമ്മനി ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലുകളിലൊന്ന് ആരംഭിച്ചു. ഗെസ്റ്റാപ്പോയും SS-ഉം പോലീസും പട്ടാളവും ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകളെ ഇതിനായി നിയോഗിച്ചു. ജർമ്മനിയുടെ മുക്കിലും മൂലയിലും അവർ അരിച്ചുപെറുക്കി. രക്ഷപ്പെട്ട 76 പേർക്കും അവരുടേതായ കഥകളുണ്ടായിരുന്നു. ചിലർ ട്രെയിനുകളിൽ കയറി അതിർത്തി കടക്കാൻ ശ്രമിച്ചു. മറ്റു ചിലർ കാൽനടയായി യാത്ര തുടർന്നു. പെർ അസ്ബുവൻ ബെക്സ്ലാൻഡും ജെൻസ് മൂളറും എന്ന 2 നോർവീജിയൻ പൈലറ്റുകൾ ഒരു തുറമുഖത്തെത്തി അവിടെ നിന്ന് ഒരു കപ്പലിൽ കയറി സ്വീഡനിലേക്ക് രക്ഷപ്പെട്ടു. ഡച്ച് പൈലറ്റായ ബ്രാം വാൻഡർ സ്റ്റോക്ക് ഫ്രാൻസിലൂടെ യാത്ര ചെയ്ത് സ്പെയിനിലെത്തി. അങ്ങനെ 76-ൽ 3 പേർക്ക് മാത്രമാണ് പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിച്ചത്. ബാക്കിയുണ്ടായിരുന്ന 73 പേരെയും ദിവസങ്ങൾക്കും ആഴ്ചകൾക്കുമുള്ളിൽ ജർമ്മൻകാർ പിടികൂടി. സാധാരണഗതിയിൽ പിടിക്കപ്പെടുന്ന യുദ്ധതടവുകാരെ തിരികെ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയാണ് പതിവ്. എന്നാൽ ഈ സംഭവം അഡോൾഫ് ഹിറ്റ്ലറെ വ്യക്തിപരം തന്നെ ചൊടിപ്പിച്ചു. നാസി ഭരണകൂടത്തിന് ഏറ്റ ഒരു വലിയ നാണക്കേടായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. ഹിറ്റ്ലർ ഒരു ക്രൂരമായ ഉത്തരവ് പുറപ്പെടുവിച്ചു: പിടിക്കപ്പെട്ടവരിൽ പകുതിയിലധികം പേരെയും വധിക്കുക. അങ്ങനെ ഗെസ്റ്റാപ്പോയുടെ കസ്റ്റഡിയിലായിരുന്ന 50 തടവുകാരെ അവർ പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി യാതൊരു വിചാരണയും കൂടാതെ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടവരിൽ ദ ബിഗ് എക്സ് റോജർ ബുഷലും ഉൾപ്പെട്ടിരുന്നു. ഒരു ഗതിമാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വിജനമായ ഒരു സ്ഥലത്തു കൊണ്ടുപോയി അദ്ദേഹത്തെയും മറ്റ് 50 പേരെയും ഗെസ്റ്റാപ്പോ നിർദാക്ഷിണ്യം വധിച്ചു. ഇതൊരു യുദ്ധക്കുറ്റമായിരുന്നു. ജനീവ കൺവെൻഷന്റെ നഗ്നമായ ലംഘനം. ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്നറിയപ്പെട്ട ആ സംഭവം സൈനികപരമായി ഒരു പരാജയമായിരുന്നു. 200 പേരിൽ 76 പേർ രക്ഷപ്പെട്ടു. അതിൽ 3 പേർക്ക് മാത്രമാണ് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചത്. 50 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ റോജർ ബുഷൽ ലക്ഷ്യം വെച്ചതുപോലെ ഈ സംഭവം നാസി ഭരണകൂടത്തിന് വലിയൊരു തലവേദന സൃഷ്ടിച്ചു. രക്ഷപ്പെട്ടവരെ കണ്ടെത്താനായി ജർമ്മനിക്ക് അവരുടെ ആയിരക്കണക്കിന് സൈനികരെയും പോലീസുകാരെയും യുദ്ധമുഖത്തുനിന്ന് പിൻവലിക്കേണ്ടി വന്നു. ഇത് സഖ്യകക്ഷികൾക്ക് ഒരു തരത്തിൽ സഹായകമായി. അതിലുപരി ദി ഗ്രേറ്റ് എസ്കേപ്പ് ലോകത്തിന് നൽകിയത് പ്രതീക്ഷയുടെ ഒരു സന്ദേശമായിരുന്നു. എത്ര വലിയ പ്രതിബന്ധങ്ങൾക്കു മുന്നിലും എത്ര ഭീകരമായ സാഹചര്യങ്ങളിലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത ദാഹം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ആ സംഭവം മാറി. സ്റ്റാലാഗ് ലുഫ്റ്റ് 3-ലെ ആ ധീരരായ മനുഷ്യർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതായിരുന്നു. ദി ഗ്രേറ്റ് എസ്കേപ്പിനു ശേഷം സ്റ്റാലാഗ് ലുഫ്റ്റ് 3-ലെ അന്തരീക്ഷം ആകെ മാറി. രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നിലച്ചു. തങ്ങളുടെ സഹപ്രവർത്തകരിൽ 50 പേർ ക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ക്യാമ്പിലെത്തിയപ്പോൾ അതൊരു കനത്ത ആഘാതമായി മാറി. ആ ധീരരായ മനുഷ്യരുടെ ഓർമ്മയ്ക്കായി തടവുകാർ ചേർന്ന് ക്യാമ്പിനുള്ളിൽ ഒരു സ്മാരകം പണിതു. യുദ്ധം അവസാനിക്കുന്നതുവരെ ആ സ്മാരകത്തിനു മുന്നിൽ അവരുടെ പ്രാർത്ഥനകളുണ്ടായിരുന്നു.
1945 യുദ്ധം അവസാനിച്ചപ്പോൾ സ്റ്റാലാബ് ലുഫ്റ്റ് 3-ലെ തടവുകാരെ മോചിപ്പിച്ചു. അവർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. എന്നാൽ കൊല്ലപ്പെട്ട 50 പേരുടെ കഥ അവർ മറന്നില്ല. ഇത് വെറുമൊരു യുദ്ധത്തിലെ മരണമായിരുന്നില്ല, മറിച്ച് ഒരു സംഘടിത കൊലപാതകമായിരുന്നു. നീതിക്കുവേണ്ടിയുള്ള മുറവിളി പല കോണുകളിൽ നിന്നും ഉയർന്നു. ബ്രിട്ടീഷ് സർക്കാർ ഈ സംഭവം അതീവ ഗൗരവത്തോടെയാണ് എടുത്തത്. ജനീവ കരാർ ലംഘിച്ച് നിരായുധരായ യുദ്ധത്തടവുകാരെ വധിച്ചത് ഒരു അന്താരാഷ്ട്ര യുദ്ധക്കുറ്റമായിരുന്നു. ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ റോയൽ എയർഫോഴ്സ് പോലീസിലെ ഒരു പ്രത്യേക സംഘത്തിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല നൽകി. ഫ്രാങ്ക് മക്കെന്ന എന്ന വിംഗ് കമാൻഡറായിരുന്നു ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത്. അന്വേഷണം ഒട്ടും എളുപ്പമായിരുന്നില്ല. നാസി ജർമ്മനി പരാജയപ്പെട്ടതോടെ ഈ കൊലപാതകങ്ങളിൽ പങ്കെടുത്ത ഗെസ്റ്റാപ്പോ ഉദ്യോഗസ്ഥർ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലായി ഒളിവിൽ പോയിരുന്നു. പലരും വ്യാജ പേരുകളിൽ സാധാരണ ജീവിതം നയിക്കാൻ തുടങ്ങി. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. സാക്ഷികൾ ഭയന്നു പിന്മാറി. എന്നാൽ മെക്കന്നെയും സംഘവും പിന്മാറിയില്ല. അവർ ക്ഷമയോടെ ഓരോ തുമ്പും പിന്തുടർന്നു. 3 വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ഗെസ്റ്റാപ്പോ ഉദ്യോഗസ്ഥരെയും SS ഓഫീസർമാരെയും അവർ അറസ്റ്റ് ചെയ്തു. ഇവരിൽ പലരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരോ അതിനുത്തരവിട്ടവരോ ആയിരുന്നു. അവരെ ഹാംബർഗിൽ നടന്ന ഒരു പ്രത്യേക സൈനിക കോടതിയിൽ വിചാരണ ചെയ്തു. വിചാരണയിൽ ഗെസ്റ്റാപ്പോയുടെ ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന പേരിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയാണ് അവർക്ക് തടവുകാരെ കൊലപ്പെടുത്തിയത്. കോടതി കുറ്റങ്ങൾ കണ്ടെത്തിയ നിരവധി പേർക്ക് വധശിക്ഷയും ദീർഘകാല തടവുശിക്ഷയും വിധിച്ചു. റോജർ ബുഷലിനെയും മറ്റു 49 പേരെയും കൊല്ലപ്പെടുത്തിയതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കുറ്റവാളികളിൽ പലരും നിയമത്തിനു മുന്നിൽ കണക്കു പറയേണ്ടി വന്നു. നീതി ഭാഗികമെങ്കിലും നടപ്പിലാക്കപ്പെട്ടു. ദി ഗ്രേറ്റ് എസ്കേപ്പിന്റെ കഥ ലോകം കൂടുതൽ അറിയുന്നത് ആ ക്യാമ്പിലെ ഒരു തടവുകാരനായിരുന്ന പോൾ ബ്രിഖ്ഹിൽ എഴുതിയ പുസ്തകത്തിലൂടെയാണ്. ദി ഗ്രേറ്റ് എസ്കേപ്പ് എന്ന പേരിൽ 1950-ൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറായി മാറി. ബ്രിഖ്ഹിൽ ഒരു പൈലറ്റായിരുന്നു. തുരങ്ക നിർമ്മാണത്തിൽ അദ്ദേഹവും പങ്കാളിയായിരുന്നു. എന്നാൽ ക്ലോസ്ട്രോഫോബിയ അഥവാ ഇടുങ്ങിയ സ്ഥലങ്ങളോടുള്ള ഭയം കാരണം അവസാന നിമിഷം രക്ഷപ്പെടാനുള്ള സംഘത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ അവിശ്വസനീയമായ കഥ ലോകത്തോട് പറയാൻ അദ്ദേഹം ജീവനോടെ ബാക്കിയായത്. 1963-ൽ ഈ പുസ്തകത്തെ ആസ്പദമാക്കി ജോൺ സ്റ്റർജസ് എന്ന സംവിധായകൻ ഒരു സിനിമ സംവിധാനം ചെയ്തു. ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന പേരിൽ തന്നെ പുറത്തിറങ്ങിയ ആ സിനിമ ഹോളിവുഡ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സാഹസിക സിനിമകളിലൊന്നായി മാറി. സ്റ്റീവ് മക്വീൻ, ജെയിംസ് ഗാർണർ, റിച്ചാർഡ് ആറ്റൻബറോ തുടങ്ങിയ പ്രഗത്ഭരായ നടന്മാർ ആ സിനിമയിൽ അഭിനയിച്ചു. സിനിമ വൻ വിജയമായി. സ്റ്റാലാഗ് ലുഫ്റ്റ് 3-ലെ തടവുകാരുടെ ധൈര്യവും സാഹസികതയും ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. എന്നാൽ സിനിമ അതിന്റെ വാണിജ്യ വിജയത്തിനായി ചരിത്രത്തിൽ നിന്ന് ചില വ്യതിയാനങ്ങൾ വരുത്തിയിരുന്നു. ഉദാഹരണത്തിന്, സ്റ്റീവ് മക്വീൻ അവതരിപ്പിച്ച ക്യാപ്റ്റൻ വിർജിൽ ഹിൽസ് എന്ന അമേരിക്കൻ കഥാപാത്രം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ രംഗങ്ങളിലൊന്നാണ് ഹിൽസ് ഒരു മോട്ടോർ സൈക്കിളിൽ ജർമ്മൻ അതിർത്തിയിലെ വേലിക്കെട്ടുകൾ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സംഭവത്തിൽ അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ചേസോ ചാട്ടമോ ഉണ്ടായിരുന്നില്ല. അതുപോലെ രക്ഷപ്പെട്ടവരിൽ ഭൂരിഭാഗവും അമേരിക്കക്കാരല്ല, മറിച്ച് ബ്രിട്ടീഷുകാരും മറ്റു കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു. ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ തടവുകാരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും അതിജീവനത്തിന്റെയും ആത്മാവിനെ അതേപടി പകർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞു. ഇന്ന് പോളണ്ടിലെ സഗാൻ എന്ന സ്ഥലത്ത് പഴയ സ്റ്റാലാഗ് ലുഫ്റ്റ് 3 ക്യാമ്പിന്റെ സ്ഥാനത്ത് ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നു. ഹാരി തുരങ്കത്തിന്റെ പ്രവേശന കവാടം അവിടെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. തുരങ്കത്തിന്റെ യഥാർത്ഥ പാത അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ആ ധീരരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കാൻ അവിടെയെത്തുന്നത്. കൊല്ലപ്പെട്ട 50 പേരുടെ സ്മാരകവും അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ചരിത്രത്തിലെ താളുകളിൽ ദ ഗ്രേറ്റ് എസ്കേപ്പ് ഇടം പിടിച്ചത് കേവലം ഒരു ജയിൽ ചാട്ടത്തിന്റെ കഥയായിട്ടല്ല, മറിച്ച് മനുഷ്യന്റെ അടങ്ങാത്ത സ്വാതന്ത്ര്യവാഞ്ഛയുടെ പ്രതീകമായിട്ടാണ്.
ഭൗതികമായ ചങ്ങലകളേക്കാൾ എത്രയോ വലുതാണ് മനുഷ്യന്റെ മനസ്സിന്റെ ശക്തിയെന്ന് ആ സംഭവം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഒരു ലക്ഷ്യത്തിനുവേണ്ടി ഒന്നിച്ചു നിന്നാൽ അസാധ്യമെന്ന് കരുതുന്ന കോട്ടകളെപ്പോലും തകർക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമായി അത് മാറി. റോജർ ബുഷലും കോളിൻ ബ്ലൈത്തും ടിം വാലനുമടങ്ങുന്ന ആ ധീരരായ മനുഷ്യർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ അവരുടെ കഥ അവസാനിക്കുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതീക്ഷ കൈവിടാതെ പോരാടുന്ന ഏതൊരു മനുഷ്യനിലൂടെയും അവരുടെ ഓർമ്മകൾ ജീവിക്കുന്നു. കാരണം സ്റ്റാലാഗ് ലുഫ്റ്റ് 3യിലെ ആ തടവുകാർ കുഴിച്ചത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു തുരങ്കം മാത്രമായിരുന്നില്ല. അത് വരും തലമുറകൾക്ക് പ്രചോദനത്തിന്റെയും പ്രത്യാശയുടെയും ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ് കൂടിയായിരുന്നു.